എവരിവൺ വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ദേ ഈ ഒരു ഇയർ കഴിഞ്ഞു, നെക്സ്റ്റ് ഇയറിലോട്ട് നമ്മൾ കിടക്കുകയാണ് 2025. അപ്പോൾ അടുത്ത വർഷത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു വിഷൻ ബോർഡ് സെറ്റാക്കാം. ഇനി വിഷൻ ബോർഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡ്രീംസോ ഗോൾസോ ഒക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ മോട്ടിവേറ്റ് ആക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഓർ ഇമേജസ്, അതുപോലെ കോഡ്സ്, വേർഡ്സ് എന്തോ ആവട്ടെ, ഇതിൻ്റെയൊക്കെ ഒരു കളക്ഷന് നമ്മളൊരു ബോർഡിൽ സെറ്റാക്കുക. ഇതാണ് വിഷൻ ബോർഡ്. ഞാനും ഈ ഇയറിലാണ് ഫസ്റ്റായിട്ട് വിഷൻ ബോർഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞപ്പം എനിക്കും തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ ഡെസ്കിലോ അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും കാണുന്ന ഒരു പ്ലേസിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗോൾസും നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേസസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ഒട്ടിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഡെയിലി കാണുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗോളുണ്ട്, എനിക്ക് അങ്ങോട്ടേക്ക് പോകണം, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു തോട്ട്, മീൻസ് നമ്മുടെ എല്ലാ നെഗറ്റീവ് തോട്ട്സും പോയിട്ട് ഒരു പോസിറ്റീവ് തോട്ട് നമ്മളെ മൈൻഡിലോട്ട് വരും എന്നുള്ളതാണ് എനിക്ക് ഇതിന് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം. സോ വിഷൻ ബോർഡ് എന്താണെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ ഒട്ടിക്കാൻ കുറച്ച് സാധനങ്ങൾ വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. ഇനി പ്രിൻ്റ് എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ഓർത്ത് വിഷമിക്കേണ്ട. മാഗസീൻസിലും അല്ലാതെ ന്യൂസ് പേപ്പറിലും ഒക്കെ നമുക്ക് ഫോട്ടോസ് കിട്ടും. നമ്മളെ ഉദ്ദേശങ്ങൾ എന്താണ്, മീൻസ് നമ്മുടെ ഡ്രീംസ് എന്താണ്, നമുക്കിതിൽ എന്തൊക്കെയാണ് ഒട്ടിക്കേണ്ടതെന്നുള്ളൊരു ധാരണ നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ മാഗസീൻസിലോ ന്യൂസ് പേപ്പേഴ്സിലോ പഴയ ബുക്സിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അങ്ങനെ കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം പ്രിൻ്റ് എടുത്താൽ മതി. ഞാനിവിടെ എനിക്ക് കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ കൂടെ ഇത് എടുത്തതാണ്. ഞാൻ ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ ഈ ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത് പിൻട്രസ്റ്റിൽ നിന്നാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളും യൂസ് ചെയ്യാം. അപ്പോൾ എനിക്ക് വേണ്ട കാര്യങ്ങൾ പിൻട്രസ്റ്റിൽ ജസ്റ്റ് സെർച്ച് ചെയ്തു, അത് റിലേറ്റഡ് വരുന്ന ഫോട്ടോസൊക്കെ ഡൗൺലോഡ് ചെയ്തു. പിന്നെ അത് ക്യാൻവ ആപ്പ് ഉപയോഗിച്ചിട്ട് A3 സൈസിലോട്ടത് സെറ്റാക്കി. എന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തുന്ന ഷോപ്പിൽ ചെന്ന് പറഞ്ഞാൽ അവർ നമുക്ക് വേണ്ട പ്രിൻ്റ് എടുത്തു തരും. അപ്പോൾ ലേസർ പ്രിൻ്റാണ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്. പല ഷോപ്പിലും പല റേറ്റാണെന്ന് തോന്നുന്നു. 30-40 ആ റേഞ്ചിലാണ് ഒരു A3 ഷീറ്റിന് വരിക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് A4 ഷീറ്റിലും ഇത് സെറ്റാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ ഫോട്ടോസൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. അങ്ങനെ പിക്ചേഴ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിച്ചെടുക്കാനുള്ള ബോർഡ് ഓർ ക്യാൻവാസ് നമുക്കിവിടെ റെഡിയാക്കാം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു ചട്ട ഉണ്ടായിരുന്നു, പക്ഷേ അതിലോട്ട് ഇത് വെച്ച് നോക്കുമ്പോൾ കറക്റ്റ് ആവുന്നില്ല. സോ ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നീറ്റായിട്ട് കവർ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒരു A4 എടുത്തിട്ട് കവർ ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ കുറച്ച് വൈറ്റ് കട്ടിയുള്ള പേപ്പർ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വെച്ചിട്ട് അതിൻ്റെ ഫുൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കുകയാണ് കേട്ടോ, ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ ഒരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. ഒരു കയ്യിൽ ജസ്റ്റ് ഒരു കൊറിയർ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന പോലത്തെ ഒരു പിക്ചറാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ ഉദ്ദേശിച്ചത് ഒരു ബിസിനസ് തീമാണ്. എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുൻപേ, അതായത് ഞാൻ എൻ്റെ PG ഒക്കെ ചെയ്യുന്നതിന് മുൻപേ ആയിരുന്നു ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ചെറിയ തോതിൽ, പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് എനിക്ക് ആവശ്യമുള്ള ക്യാഷൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഫ്രെയിം വർക്ക്, ക്രാഫ്റ്റ് വർക്ക്, നമ്മളെ ബോക്സ് ഉണ്ടാക്കുക, എക്സ്റ്റേണൽ ബോക്സ്, അങ്ങനത്തെ ഒരു ബിസിനസ്സായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് PG കഴിഞ്ഞിട്ട് ഞാനത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ബിഷ്ണുവിന് കുറച്ച് ഒരു 5 month 6 month ഒക്കെ ആയ സമയത്ത് പിന്നെ എനിക്ക് അവനെയും കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് നിർത്തിയതാണ്. പിന്നെ നല്ലൊരു ഗ്യാപ്പ് വന്നു. ഇപ്പോൾ ഈ ഇയറിൽ ഞാൻ 2 ഫ്രെയിം അങ്ങാണ്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ അറിയുന്നവരാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കാറുള്ളൂ. അപ്പോൾ അത് ചിലപ്പോൾ ഒന്ന് പൊടി തട്ടി എടുക്കണം എന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു പിക്ചർ വെച്ചത്. പിന്നെ ഇപ്പം ഞാൻ ഒട്ടിച്ചത് ഞാൻ ഒരുപാട് കാണാൻ ആഗ്രഹിക്കുന്ന 2 പ്ലേസസാണ്. ഒന്ന് കാശ്മീർ, ഒന്ന് ലക്ഷദ്വീപ്. അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ അടുത്ത് ട്രാവൽ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റിക്കറും കൂടി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ദെൻ ഈ ഒരു പിക്ചർ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള സ്റ്റഡി ടേബിളാണ് ഉദ്ദേശിച്ചത്. എനിക്ക് പഠിക്കാനും വലിയ കുഴപ്പമൊന്നുമില്ല, ഇഷ്ടമൊക്കെയാണ്. അതേപോലെ വായിക്കാൻ നല്ല മടിയാണ്. പക്ഷേ ഈ ബുക്സ് കളയാന്ന് പറഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ 4ാം ക്ലാസ് മുതലുള്ള ബുക്സ് എങ്ങാണ്ട് എൻ്റെ വീട്ടിൽ എപ്പോഴും സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ അടുക്കി ഒരു ടേബിളിൽ വെക്കുക, അതൊക്കെ എൻ്റെ ഒരു ഡ്രീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പിക്ചർ വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പം ഞാൻ ഒട്ടിക്കുന്നത് ഒരു ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല ഇതുവരെ. അപ്പോൾ അത് ഒന്ന് ട്രാവൽ ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. സോ ആ ഒരു പിക്ചർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഫുഡിൻ്റെ പിക്ചർ വെച്ചു. ഹെൽത്തി ഫുഡ് കഴിക്കണം എന്നുള്ളത് നമുക്ക് എപ്പോഴും നല്ലൊരു കാര്യമാണല്ലോ, അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെച്ചത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്. അത് നമ്മൾ എല്ലാ വിമൻസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. സോ അത് വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ ഇടയിൽ ഞാനൊരു ഗോഡ് റിലേറ്റഡ് കോട്ട് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എപ്പോഴും മസ്റ്റാണ്. നമ്മൾ ഏതൊരു പൊസിഷനിലെത്തിയാലും നമുക്ക് ദൈവത്തിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്നുകൂടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെച്ചതൊരു എസ്തെറ്റിക് ടേബിൾ തന്നെയാണ്. അതും ക്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം, നമ്മുടെ ഒരു ഡ്രീം ആയിരിക്കും ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള ടേബിൾ, ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യണം എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്. പിന്നെ ഇപ്പോൾ വെച്ചത് യൂട്യൂബിൻ്റെ ആണ് കേട്ടോ, മോണിറ്റൈസേഷൻ ആണ്. അത് നമുക്ക് ഫസ്റ്റ് ക്രൈറ്റീരിയ ഇപ്പോൾ ഈ ഇയറിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 1000 സബ്സ്ക്രൈബേഴ്സ് ആയിരുന്നു. ഇനി 4000 വാച്ച് അവറും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഒട്ടിക്കുന്നത് ഒരു റൂമാണ് കേട്ടോ. എന്തിനാണ് ഒട്ടിക്കുന്നതെന്ന് വെച്ചാൽ, എന്തെങ്കിലും ഞങ്ങൾക്കൊരു വീട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഡ്രീമിലുള്ള ഒരു കാര്യങ്ങളാണ് ബോഹോ ആർട്ടും അതുപോലെ മാക്രോം ആർട്ടും. എനിക്കത് രണ്ടും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ റൂം സെറ്റാക്കണം എന്നുള്ളത് മൈൻഡിലുള്ളതാണ്. അപ്പോൾ അതും നമുക്ക് അത് നമ്മുടെ വീടുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലക്ഷ്യമാണല്ലോ. അപ്പോൾ ആ ഒരു ഇൻഡിക്കേഷന് വേണ്ടിയിട്ടാണ് അതവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു ടീച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു കോട്ടാണ് കേട്ടോ. ഇതെന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിച്ച ഒരാളായിരുന്നു. പക്ഷേ എന്തോ വിധിയുടെ വിളയാട്ടം എന്ന് പറയാൻ ഞാൻ എത്തിയത് മാത്സിലോട്ടാണ്. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യുന്നത് ടീച്ചിങ് ആണ്. അപ്പോൾ ആ ഒരു പ്രൊഫഷൻ തന്നെ നല്ല വൃത്തിയായിട്ട് എന്താ പറയുക, അത് ഇഷ്ടപ്പെട്ട് ചെയ്യണമെന്ന് എനിക്കുണ്ട്. അപ്പോൾ ഈ ഒരു കോട്ട് കാണുമ്പോൾ നമുക്ക് അതിനോടുള്ള റെസ്പെക്റ്റ് കൂടുന്നു വിചാരിച്ചിട്ട് ജസ്റ്റ് വെക്കുകയാണ്. പിന്നെ ജസ്റ്റ് 2-3 കോട്ട്, അതൊന്ന് നമ്മുടെ ബിസിനസ് റിലേറ്റഡ് ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ക്ലിയർ സ്കിന്ന്, അതേപോലെ നമ്മളെ നല്ല ഹെൽത്ത്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് കോട്സും കൂടെ വെക്കുന്നുണ്ട്. ഈ കുഞ്ഞിക്കൈ വന്നപ്പോഴാണ് ഒരു കോട്ട് ഞാൻ അവിടെ വെച്ചത് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഹെൽത്തി റിലേഷൻഷിപ്പ്. ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാരൻസ് ആവാം, ഹസ്ബൻഡ് ആവാം, ബേബീസ് ആവാം, മറ്റു പലരും ആവാം, റിലേറ്റീവ്സൊക്കെ ആവാം. അപ്പോൾ നമ്മുടെ ഡ്രീംസും കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുമ്പം നമ്മൾ മറക്കാണ്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഹെൽത്തി റിലേഷൻഷിപ്പ്. പണ്ട് ജോഷ് ടോക്കിൽ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ഹുസ്ന എന്ന് പറയുന്ന ആളാണത് ചെയ്തിട്ടുള്ളത്. ആ വ്യക്തി അതിൽ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്ക് മെഴുകുതിരിയാവണ്ട, സൂര്യനായാൽ മതി. എൻ്റെ മോനെയും കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടൊരു ഉമ്മ എനിക്കാവണ്ട, പക്ഷേ അവനെയും കൊണ്ട് ഉയരങ്ങളിലെത്തിയ ഉമ്മ ആവണമെന്ന്. സോ നമ്മുടെ ഡ്രീംസും ഗോൾസും ഒക്കെ എന്തോ ആവട്ടെ, അതിൻ്റെ കൂടെ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. സോ അത് റിലേറ്റഡ് ഒരു കോട്ടും കൂടി ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇമേജസും കോഡ്സും കാര്യങ്ങളൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇടയിൽ എവിടെയൊക്കെയോ ഒരു ഗ്യാപ്പ്. പിന്നെ ഈ ഒട്ടിക്കലും ക്രാഫ്റ്റിങ്ങും പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഈ കുത്തി നിറക്കൽ ഒരു എന്താ പറയുക അത്ഭുതമുള്ള കാര്യമൊന്നുമല്ല. സോ ഞാൻ എൻ്റെ ബോക്സൊക്കെ എടുത്ത് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ തപ്പി തിരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഫ്ലവേഴ്സും കുറച്ച് സ്റ്റാർസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ അവിടെ ഇവിടേക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഒരു കാര്യം എന്തായാലും പറയട്ടെ, നിങ്ങൾ വിഷൻ ബോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. കാരണം ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. ഈ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത് എൻ്റെ ഡ്രീംസും കാര്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാവാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഗോൾസ് ഉണ്ടാവും, ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ വിഷൻ ബോർഡ് സെറ്റാക്കിയിട്ട് എടുക്കുക. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഇന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ.